ഹലോ, ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി മാന്യ സുഹൃത്തുക്കൾക്ക് സ്വാഗതം. ഒരുപാട് വൈകിപ്പോയിട്ടുണ്ട് ഈ പുതിയ വീഡിയോ ചെയ്യാൻ. എനിക്കറിയാം, ഒരുപാട് തിരക്കുകളുണ്ടായിരുന്നു. ഇപ്പോഴും തിരക്ക് തീർന്നിട്ടില്ല. പക്ഷെ ഒരുപാട് ആളുകളുടെ നിരന്തരമായ അഭ്യർത്ഥനകൾ കാരണം ഒരു പുതിയ വീഡിയോ ഞാൻ ഇതിനിടയിലൊന്ന് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാം. ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ടൊരു ലെസണാണിത്. നമ്മൾ കഴിഞ്ഞ ഡ്രോയിങ് ലെസൺ അവസാനിച്ചത് കണ്ണുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു. കണ്ണുകൾ എങ്ങനെയാണ് വരയ്ക്കുക, അതിൻ്റെ ബേസിക് സെറ്റപ്പുകൾ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. അതിന് ശേഷം ഒരുപാട് സമയം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നെ നിങ്ങൾ കാത്തിരുന്നിട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ആരെയും കാത്തിരിക്കരുത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ആരെയും കാത്തിരിക്കരുത്. നമ്മുടെ സമയം അത്രയും നഷ്ടമാണ്. നമ്മളെ ടാർഗറ്റ് എന്താണോ അങ്ങോട്ടേക്ക് കിട്ടുന്ന റിസോഴ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ പോളിസിയായിട്ട് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. എനിവേ, ഇൻ ദിസ് ചാപ്റ്റർ നോസ് ഈസ് ദ സബ്ജക്റ്റ്. മൂക്ക് എങ്ങനെ വരക്കാം എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്റർ. മൂക്കെന്ന് പറയുന്നത് വലിയൊരു വിഷയമൊന്നുമല്ല. നമ്മൾ ഓരോ പാർട്സിനെയും വളരെ ഡെപ്തിലൊന്നും നമ്മൾ നോക്കിക്കാണുന്നില്ല. സിമ്പിളായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിഗിനർ എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൂക്ക് അഥവാ നോസ്, മൂക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഹ്യൂമൻ ബോഡിയുടെ. പ്രത്യേകിച്ച് നമ്മുടെ മുഖത്ത് മൂക്കില്ലെങ്കിൽ അയാളെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല, അല്ലേ? അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവൻ നിലനിർത്തുന്നിടത്തും നോസിന് അതിപ്രധാനമായിട്ടുള്ളൊരു റോളുണ്ട്. നോസ് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ മുമ്പിലുള്ള സകല മനുഷ്യരും മൂക്കുള്ള ആളുകളാണ്. മൂക്കിന് 2 ദ്വാരങ്ങളുണ്ട് എന്നുള്ളതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഓരോരുത്തരുടെ മൂക്കും ഡിഫറെൻ്റാണ്, വ്യത്യസ്തമാണ്, പല രൂപത്തിൽ, പല ഭാവത്തിൽ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും കാണുമ്പോൾ അവരുടെ മൂക്ക് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് നിങ്ങൾ ഇനി മുതൽ ആരെ കാണുമ്പോഴും അവരുടെ ഓരോ പാർട്സും നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികളെ കാണുമ്പോൾ വല്ലാണ്ട് മുഖത്ത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ മൂക്കിൻ്റെ ഷേപ്പ് അപ്പോൾ മാറിപ്പോകും. സോ ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. എനിവേ, മൂക്ക്, നിങ്ങൾ സ്വന്തം മൂക്ക് കണ്ണാടിയിൽ നിങ്ങൾ നോക്കുക. നമ്മൾ മൂക്കിൽ നോക്കിയ പോലെ എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്. അതായത് നമ്മൾ നമ്മുടെ കണ്ണാടിയിൽ നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ ആ മൂക്ക് വളരെ വൃത്തികെട്ടൊരു മൂക്കാണ് നമുക്ക് തോന്നും. ഒരു രസമില്ല, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് നമ്മുടെ മൂക്കിന് എന്ന് നമുക്ക് തോന്നും. അതാണ് മൂക്കിൽ നോക്കിയ പോലെ എന്ന് പറയുന്ന ചൊല്ല്. എനിവേ, പഴഞ്ചൊല്ലുകൾ അവിടെ കിടക്കട്ടെ. നമുക്ക് മൂക്ക് എങ്ങനെ വരക്കാം നോക്കാം. മൂക്കിന് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു രൂപം എന്താണ്? സാധാരണ മൂക്കെന്ന് പറഞ്ഞാൽ പല ആളുകളും ഇങ്ങനെ ഒരു വര അങ്ങോട്ട് വരയ്ക്കും, അല്ലേ? കുറച്ച് കർവുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു മൂക്കിൻ്റെ ഷേപ്പ് കിട്ടും. മേലെ ഇങ്ങനെ ഒരു വരയും വരച്ച് കഴിഞ്ഞാൽ മൂക്കായി എന്നുള്ളതാണ്. മൂക്കാവാം, ചിലപ്പോൾ ആവാതിരിക്കാം. ആ മൂക്കിനെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ തലയോട്ടി സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തലയോട്ടിയുടെ ഇത്ര ഏരിയ എല്ലാണെങ്കിൽ അവിടെ നിന്ന് മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് വരുന്നൊരു പാർട്ടാണ് നമ്മുടെ മൂക്ക്. അഥവാ ഇത്രയും ഏരിയ ഒരു ക്യാവിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ഹോളോ, അകത്ത് കാര്യമായിട്ട് എയറിന് നിൽക്കാനുള്ള ഒരു ഏരിയ മാത്രമാണ്. അത് ചെറിയൊരു ഫ്രെയിം, മാംസളമായൊരു ഫ്രെയിമാണ് അതിന് ഉള്ളത്. അപ്പോൾ മൂക്കിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ മൂക്കിൻ്റെ താഴ്ഭാഗം നിങ്ങൾക്കറിയാം ഒരു ഉരുണ്ട ഭാഗമാണ്. കറക്റ്റ് ഉരുണ്ടതാവണമെന്നില്ല. പക്ഷെ നമ്മൾ ബേസിക് ഒരു സാമാന്യമായിട്ടുള്ളൊരു ധാരണ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിനെ ഉരുണ്ടതായിട്ട് മനസ്സിലാക്കും. ഈ ഉരുളിപ്പ് തന്നെ ശരിക്കും 2 പോർഷനാണ്, അല്ലേ? മൂക്കെന്ന് പറയുന്ന ഒരു സിമ്മട്രിക്കൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അഥവാ ഒരു ഭാഗത്ത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് മറുഭാഗത്തും ഉണ്ടാവുക. ഏകദേശം ഒരു പരിപ്പ് പോലെ ഇങ്ങനെയാണ് മറുഭാഗം ഉണ്ടാവുക. പിന്നെ അതിൻ്റെ സൈഡിലും നമ്മൾ മൂക്കിൻ്റെ 2 ഭാഗം കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ 2 ചെറിയ സ്ഫിയറുകൾ വരക്കും. അപ്പോൾ ഈ നടുഭാഗം ഇങ്ങനെയും ഈ സ്ഫിയറുകൾ നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ മുകളിൽ ഇവിടെ ഒരു പാലമുണ്ട്. പാലത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരക്കാം. അത്ര. സോ മൂക്കിൻ്റെ ഒരു ബേസിക് ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ സൈഡ് വൈസ് ആണെങ്കിൽ സൈഡ് വൈസ് നമ്മൾ ഇങ്ങനെ വരക്കാം. ഈ രണ്ട് ലൈനുകളാണ് മുകളിൽ വരുന്ന ഈ ഒരു ലൈന് ഒരുമിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വരച്ച മെയിൻ വൃത്തം ഇവിടെ ഉണ്ടാകും. സൈഡിലായിട്ടായിരിക്കും നമ്മൾ വരച്ച ഈ 2 വൃത്തങ്ങളുണ്ടല്ലോ, സ്ഫിയറുകൾ, അത് കുറച്ച് ബാക്കിലോട്ടായിരിക്കും. നമ്മൾ മൂക്കിൻ്റെ ദ്വാരം ഇതിനിടയിലായിട്ട് പ്ലേസ് ചെയ്യും. മൂക്ക് എവിടെ? ഈ രൂപത്തിൽ.
അങ്ങനെ ടാബ്ലറ്റിൽ വരക്കുന്നതുകൊണ്ട് എൻ്റെ കൺട്രോൾ വളരെ കുറവാണ്. ഇന്ന് ടാബ്ലറ്റ് അധികം വരച്ചെനിക്ക് ശീലമില്ല. ഓക്കെ, പേപ്പറിലാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വരക്കാം. അങ്ങനെയാണ് സൈഡ് വൈസ് മൂക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ ഞാൻ മുമ്പൊക്കെ വീഡിയോകളിൽ പറയുന്ന പോലെ നിങ്ങൾ ഏതെങ്കിലും വരകളല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് അതിൻ്റെ ഷേപ്പാണ്, ഉള്ളിൽ അതിൻ്റെ വോള്യം, അതിൻ്റെ വ്യാപ്തം നിങ്ങളെപ്പോഴും മനസ്സിൽ വെച്ചിട്ടായിരിക്കണം ഈ ഷേപ്പുകളൊക്കെ വരക്കുന്നത്. അതുപോലെ മൂക്കിൻ്റെ സൈഡും ഫ്രണ്ടും ഇങ്ങനെയാണ്. 3/4 ആകുമ്പോൾ എങ്ങനെ ആയിരിക്കും? ഈ വരകൾ ഏകദേശം ഇങ്ങനെ വരും. നമ്മൾ നടുവിലെ വൃത്തം നമ്മൾ ഇവിടെ കൊടുക്കും. ഒന്ന് വൃത്തം ഇവിടെ, ഒന്ന് ഇതിൻ്റെ ബാക്കിലായിട്ട് ഇവിടെ ഉണ്ടാവും. ഇങ്ങനെ അടയാളപ്പെടുത്തുന്നു. കുറച്ച് താഴ്ഭാഗത്തു നിന്നുള്ളൊരു ഷോട്ടാണ്. അപ്പോൾ ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമുക്കത് ഒഴിവാക്കാം. ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ്. താഴെ ഒരു സ്ഫിയർ, അതിൻ്റെ 2 വശത്തുമായിട്ട് 2 സ്ഫിയർ, മുകളിൽ നിന്നൊരു പാലം, ഇത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ മൂക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് അത് മാത്രമല്ല. മൂക്ക് ആണുങ്ങളുടേതും അഥവാ മെയിൽ ആൻഡ് ഫീമെയിൽ ഡിഫറൻസുകൾ മൂക്കിലുണ്ട്. ഒരു പെണ്ണിൻ്റെ മൂക്കിൻ്റെ പ്രത്യേകത എന്താ? പെണ്ണിൻ്റെ മൂക്ക് എപ്പോഴും ഉൾവശത്തേക്കായിരിക്കും ഉണ്ടാവുക. ഉൾവശത്തേക്ക് വളഞ്ഞുകൊണ്ടായിരിക്കും പെണ്ണിൻ്റെ മൂക്കുണ്ടായിരിക്കും. അഥവാ നമ്മൾ മൂക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഒരു ആംഗിൾ സൈഡിൽ നിന്ന് നോക്കണം. ഡയറക്റ്റ് ഇങ്ങനെയാണെങ്കിൽ സ്ത്രീയുടെ മൂക്ക് എന്ന് പറയുന്നത് കുറച്ച് ഇങ്ങനെയായിരിക്കും, ഉള്ളോട്ടായിരിക്കും. ഒക്കെ സാമാന്യമാണ്, എക്സെപ്ഷണൽ കേസുകളുണ്ടാവും. അതേസമയം പുരുഷന്മാരുടെ മൂക്ക് കുറച്ച് പുറത്തോട്ടായിരിക്കും, ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ആയിരിക്കും ബേസിക്കലി അതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാവുക. മാത്രമല്ല ആണുങ്ങളുടെ മൂക്കിൻ്റെ ഷേപ്പ് താഴ്ഭാഗം നമ്മളിപ്പോൾ വരക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ കിട്ടാൻ വേണ്ടി കറക്റ്റ് നേരെ വരക്കുകയാണ്. മെയിൽ നോസ്, ആണുങ്ങളുടെ നോസ് എന്ന് പറയുന്നത് കുറച്ച് ഈ ഭാഗത്തെ കോണ് കുറവായിരിക്കും, പ്ലസ് ആയിരിക്കും, ഇവിടെ കുറവാണ്. അതേസമയം സ്ത്രീകളുടേതാണെങ്കിൽ കുറച്ച് പൊങ്ങിയിട്ടായിരിക്കും ഉണ്ടാവുക. അഥവാ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും, ഒരല്പം വളരെ കുറഞ്ഞ രീതിയിൽ കുറച്ച് കൂടുതലായിരിക്കും ആ ഭാഗത്തുള്ളൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെയും മൂക്കിൻ്റെ ഡിഫറൻസ് അതാണ്. മറ്റൊന്ന് പറയുന്നത് വയസ്സാവുന്നതിനനുസരിച്ചിട്ട് മൂക്കിന് ഷേപ്പുകൾ വളയും, തിരിയും, ചുളിവുകൾ വരും, തൂങ്ങും, മൂക്കിൻ്റെ ദ്വാരം വലുതാവും. ഇതൊക്കെ ഓരോ പാർട്സിനും അതിൻ്റെ കണ്ണുകളാണെങ്കിലും മൂക്കാണെങ്കിലും വായാണെങ്കിലും കവിളാണെങ്കിലും കഴുത്താണെങ്കിലും മസിൽസ് ആണെങ്കിലും ഒക്കെ എന്ത് സംഭവിക്കും? കാരണം മാംസള ഭാഗങ്ങളാണ്, അവക്ക് പരസ്പരം ചേർന്ന് നിൽക്കാനുള്ള ശക്തി കുറയുകയും ഭൂഗുരുത്വാകർഷണ ബലം അവയൊക്കെ സ്വാധീനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതങ്ങനെ താഴേക്ക് തൂങ്ങി വരും. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, നമ്മൾ മൂക്ക് ഓരോ പാർട്സ് ഇങ്ങനെ വരക്കുക എന്നുള്ളതിനപ്പുറം ആർട്ടിസ്റ്റിന് ഒരുപാട് നോളജ് ബേസ് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മുടെ വൊക്കാബുലറി വളരെയധികം നമ്മൾ ഷാർപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിപ്പോൾ നമ്മളോടൊരു ക്യാരക്ടർ വരക്കാൻ പറയണം. ക്യാരക്ടർ വരക്കാൻ പറയുമ്പോൾ ആൾ വളരെ ദേഷ്യമുള്ള ആളാണ്, അതുപോലെ തന്നെ ആൾ നന്നായിട്ട് സ്പോർട്സിലും മറ്റു കാര്യങ്ങളൊക്കെ എൻഗേജ് ചെയ്യുന്ന ആളുകളൊക്കെ, അങ്ങനെയൊക്കെ വരക്കാൻ പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൈപ്പ് ആളുകൾക്കും അവരുടേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഓടുന്ന ഒരാളാണെങ്കിൽ അയാളുടെ മൂക്കിൻ്റെ ഓട്ട നല്ല വലുപ്പമുള്ള ഓട്ടായിരിക്കും. ഈ ഏരിയ ഉണ്ടല്ലോ മൂക്കിലെ നോസ്ട്രിൽസ് ദ്വാരം നല്ല വലുപ്പമുള്ളതായിരിക്കും. നിങ്ങൾ മെസ്സിയുടെയൊക്കെ മൂക്കൊക്കെ ശ്രദ്ധിച്ചൊക്കെ. മെസ്സി എന്ന് പറയുന്നത് ഒരു തൊറാസിക് ടൈപ്പാണ്. അഥവാ ഈ തൊറാസിക് ടൈപ്പിന് ഞാൻ പറഞ്ഞുതരാം. അഥവാ ഓക്സിജനാണ് നമ്മളെല്ലാം കൺസ്യൂം ചെയ്യുന്നത്, വലിയ ഒരു സംഗതി. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്ന ആളുകളുടെ ചില പ്രത്യേകതകളുണ്ട്. അവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. അഥവാ കൂടുതൽ ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്ന ആളുകൾ, ഉപയോഗിക്കുന്ന ആളുകളുടെ മൂക്കിൻ്റെ ദ്വാരങ്ങൾ, നോസ്ട്രിൽസ് വളരെ വലുതായിരിക്കും. കാരണം നിരന്തരമായ നമ്മൾ സാധാരണ ഒരാൾ ശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ ഓക്സിജൻ അവർ ഉപയോഗിക്കും. അപ്പോൾ കൂടുതൽ ആ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവയവങ്ങളൊക്കെ കൂടുതൽ വികസിതമായിരിക്കും അവരുടെ നോസ്ട്രിൽസ്, അതുപോലെ തന്നെ ലങ്സ്, ഹാർട്ട്, ചെസ്റ്റ്,
ആർട്ടിലറിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ വളരെയധികം വെൽ ഡെവലപ്ഡ് ആയിരിക്കും, നല്ല വലുപ്പമുള്ള ചെസ്റ്റൊക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ ഈ മസ്കുലാർ ടൈപ്പ് ബോഡി അതുപോലെ തന്നെയാണ്, നന്നായിട്ട് ഓക്സിജൻ അവർ കൺസ്യൂം ചെയ്യും. അവരുടെയും ചെസ്റ്റും അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ കുറച്ച് വലുതായിരിക്കും. ഇത്തരം ആളുകൾ കൂടുതൽ ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചശക്തിയും കേൾവിശക്തിയും ബ്രെയിനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യും. അവർക്ക് നിറങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും, പല ടൈപ്പ് നിറങ്ങൾ. ചെറിയ ശബ്ദങ്ങൾ പോലും അവർക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും. അവർക്ക് ചില ആളുകൾക്ക് നല്ല സംഗീതാഭിരുചി ഉണ്ടാവും, ശബ്ദങ്ങളെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ നല്ല കേൾവി ശക്തി, ഞാൻ പറഞ്ഞു, ശബ്ദം കേൾക്കുന്നത്, കാഴ്ചശക്തി, നല്ല കാഴ്ചശക്തി അവർക്ക് ഉണ്ടാവും. അതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള അവരുടെ ഫീച്ചറുകളാണ്. കാരണം കൂടുതൽ ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നു. അത്തരത്തിലുള്ള ആളുകൾക്ക് നല്ല കോസ്റ്റ്യൂം സെൻസ് ഒക്കെ ഉണ്ടാവും. അവർ വളരെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ മമ്മൂക്കയുടെയൊക്കെ നോസ്ട്രൽസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മമ്മൂക്ക പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളോട് ഒരു മൂക്ക് വരക്കാൻ പറഞ്ഞാൽ, അത്തരത്തിലുള്ള ഒരാളെ നമ്മൾക്ക് വരക്കാൻ പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഫീഡായിരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല രൂപത്തിലുള്ള ക്യാരക്ടർ ക്രിയേഷനൊക്കെ നമുക്ക് സാധിക്കുക. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള അറിവുകളൊക്കെ വായനയിലൂടെയും പഠനത്തിലൂടെയൊക്കെ നേടുക. മനുഷ്യർ ഒരുപാട് ടൈപ്പുകളാണ്, എലിമെൻറ്റീവ് ടൈപ്പ്, തൊറാസിക് ടൈപ്പ്, മസ്കുലർ ടൈപ്പ് ആൻഡ് സോ ഓൺ. എനിവേ, അപ്പോൾ നിങ്ങളുടെ എക്സസൈസ് എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ ഗൂഗിൾ തുറക്കുക, എന്നിട്ട് ആക്ടേഴ്സോ ആരുടെയെങ്കിലൊക്കെ ആയിട്ട് മൂക്ക് നിങ്ങൾ സെർച്ച് ചെയ്യുക. റിയൽ പിക്ചേഴ്സ്, ഓക്കെ, ചിത്രങ്ങളല്ല, റിയൽ ആയിട്ടുള്ളത് സെർച്ച് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചിത്രങ്ങൾ കിട്ടും. എന്നിട്ട് അത് നിങ്ങൾ വരക്കാൻ ശ്രമിക്കുക. വരക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഈ ലൈൻ ഇങ്ങനെ വരക്കുക എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ വരക്കുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് കണ്ടില്ല, ഇതിങ്ങനെ നമ്മൾ നേരത്തെ വരച്ച 2 വരകൾ വരക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിലെ സ്ഫിയർ കുറച്ച് ഉടഞ്ഞു നിൽക്കുന്നൊരു ഓവൽ ഷേപ്പാണ്, ഇങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഫോർമുലയുടെ കോമ്പോസിഷനിൽ അതിൻ്റെ ഷേപ്പുകൾക്ക് മാറ്റം വന്നപ്പോൾ നമ്മുടെ മൂക്കും മാറും. അങ്ങനെ നിങ്ങൾ അതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ ആദ്യം വരച്ചു കൊടുത്തിട്ട് അതിന് മുകളിലൂടെ നിങ്ങൾ മൂക്ക് ഫൈനലൈസ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ വരച്ച കണ്ണും ഇതിൻ്റെ കൂടെ വരച്ചിട്ട് അതും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി നിങ്ങളുടെ ഡ്രോയിങ് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാം. മൂക്ക് മാത്രമാക്കണമെന്നില്ല, കണ്ണും പുരികൊക്കെ കൂടെ വരക്കാം. ഇപ്പോൾ ഒരാളുടെ മൂക്ക് നമ്മൾ ശ്രദ്ധിച്ചു, വളരെ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ മൂക്ക് കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഭാഗത്തുള്ള ഷേപ്പ്, അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം, അതെങ്ങനെയാണ് വന്നത്. നല്ല ഷാർപ്പായിട്ട് മുന്നിലേക്ക് വരുന്ന ഒരു മൂക്ക്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെയും മൂക്കിൻ്റെ പ്രത്യേകതകൾ ഇത് തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു സ്റ്റൈലാണ്. കുറച്ചൊരു ആഫ്രിക്കൻ സ്റ്റൈലാണ് തോന്നുന്നു മാള അരവിന്ദ്. ഇത് വളരെ സ്റ്റൈലൈസർ ആയിട്ടുള്ളൊരു മൂക്കാണ്. അതിൻ്റെ ഒരു ഷേപ്പും നോസ്ട്രിൽസിൻ്റെ ഒക്കെ ദൂരത്തിന് വലിപ്പമൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതാ മറ്റൊന്ന്, അത് കുറച്ച് വാർദ്ധക്യത്തിലേക്ക് കുറച്ച് കടന്നിട്ടുള്ള ഒരു മൂക്കാണ്. അതുപോലെ തന്നെ മനോജ് KJൻ്റെ മൂക്കിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലേ, താഴേക്ക് ഇങ്ങനെ ഒരു ഷേപ്പ്, ഈ ഒരു ഇവിടെ വട്ടത്തിന് പകരം കുറേയും കൂടി അല്ലേ താഴേക്ക് ടേപ്പർ ചെയ്തിട്ടുള്ള കൂർത്തിട്ടുള്ളൊരു മൂക്കാണ്. അതുപോലെ തന്നെ ഇതാ പല ടൈപ്പ് മൂക്കുകൾ. ഇതാ മെസ്സിയുടെ മൂക്ക്, നല്ല വീതിയുള്ള, ഒരുപാട് ഗ്യാപ്പ്, ഒരുപാട് ഓക്സിജൻ വലിച്ചെടുക്കാൻ പറ്റുന്ന മൂക്കാണ്. മറ്റൊരു മൂക്ക് ഡ്രാക്കുളയൊക്കെ ഓർമ്മിപ്പിക്കുന്ന മൂക്കാണ്. എനിവേ, സ്ത്രീകളുടെ മൂക്ക്, പ്രത്യേകിച്ച് ഹോളിവുഡ് ആക്ടേഴ്സിൻ്റെ ഒരു പ്രത്യേക ടൈപ്പ് മൂക്ക് തന്നെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ മൂക്ക് അങ്ങനെ ആക്കാൻ വേണ്ടി സർജറി വരെ നടത്തുന്നുണ്ട്, പ്ലാസ്റ്റിക് സർജറി വരെ നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. എനിവേ, നിങ്ങളുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇതാണ്, അഥവാ ഒറിജിനൽ മൂക്കുകൾ അത് വരച്ചുകൊണ്ടിരിക്കുക, കൺസ്ട്രക്ഷൻ ഇടുക, അതിന് മുകളിൽ വരയ്ക്കുക. അങ്ങനെ കുറേ നിങ്ങൾ വരച്ച് നിങ്ങൾ കോൺഫിഡൻ്റ് ആകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോസിൻ്റെ ഡ്രോയിങ്ങുകൾ ഉണ്ടാവും, ഡ്രോയിങ്സ്. ഓക്കെ, ആ ഡ്രോയിങ്ങുകൾ പിന്നെ നിങ്ങൾക്ക് നോക്കിയിട്ട് അത് വരയ്ക്കുകയും കൂടുതൽ ആളുകൾ ഏതൊക്കെ രൂപത്തിലാണ് ലൈനുകൾ ഇടുന്നത്, ആളുകൾ എങ്ങനെയാണ് അതിന് ഷെയ്ഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു ക്ലിയർ ഇല്ല, എന്നാലും ഇതിൽ ഒരുപാട് ടൈപ്പ് നോസ് സ്റ്റഡി ആണിത്, പല ടൈപ്പ് കണ്ടില്ലേ, ഇതിൻ്റെ സ്റ്റൈലൈസേഷൻ കൊണ്ടുപോയിട്ട് പല രൂപത്തിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട്. സോ അതെല്ലാം നിങ്ങൾ സെർച്ച് ചെയ്യുക, പഠിക്കുക. നിങ്ങളുടെ പഠനം എന്ന് പറയുന്ന ഈ ഒരു വീഡിയോയിലല്ല കിടക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഡ്രോയിങ് പഠിക്കുന്നത് ക്ലാസ് റൂമിൽ ഇരുന്നിട്ടല്ല, മറിച്ച് പുറത്തേക്ക് നോക്കിക്കൊണ്ടാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒബ്സർവ് ചെയ്യുക, ആളുകളുടെ മൂക്കുകൾ, അവരുടെ പ്രത്യേകതകളൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടും നിങ്ങളുടെ അറിവിനെ വിപുലപ്പെടുത്താവുന്നതാണ്. സോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.